ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം നിങ്ങളിൽ പലരും പറയരുത് പറയരുത് എന്നോട് ആവശ്യപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ആ വിഷയത്തിൽ തൊടാറില്ല. തൊടാൻ എനിക്ക് വലിയ പ്രചോദനമൊക്കെ ഉണ്ടാകുമെങ്കിലും ഞാൻ തൊടാറില്ല. അത് നിങ്ങളെ പേടിച്ചിട്ടാണ്. പക്ഷേ ഇതിപ്പോൾ തൊടാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് ഇത്തവണത്തേക്ക് എന്നോട് ക്ഷമിക്കണം. നിങ്ങളിത് കേൾക്കുകയും വേണം, കാണുകയും വേണം. വിഷയം രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി വിടപ്പ അങ്ങനെ തള്ളിക്കളയരുത്. നമ്മളുടെയൊക്കെ ജീവിതത്തെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് റായ്ബറേലിയിലായതുകൊണ്ട് നിങ്ങളിൽ പലരും അത് കേട്ടില്ല. ഞാൻ കേട്ടില്ല. ഞാൻ കേട്ടത് ഇന്ന് രാവിലെയാണ്. രാവിലെ ഞാൻ വഴിയെ നടക്കുമ്പോൾ 2 പിള്ളേർ മോദി ഗദ്ദാർ ഹെ, അമിത് ഷാ ഗദ്ദാർ ഹെ എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാവുന്ന പിള്ളേരാ. ഞാൻ അടുത്തേക്ക് വിളിച്ചു, എന്താടാ ഇത്, എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടേണ്ട. RSSകാരെ കണ്ടാൽ ഇങ്ങനെ പറയണം എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധി എവിടെ പറഞ്ഞു? അല്ല, രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ചേട്ടനിത് കേട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് അവർ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം, അത് രാഹുൽ ഗാന്ധിയുടെ തന്നെ യൂട്യൂബ് ചാനലിൽ നിന്ന് എനിക്കതിൻ്റെ ലിങ്ക് ഇട്ട് തന്നു. ഞാനത് അവിടെ തന്നെ നിന്ന് കേട്ടു. ഫുൾ പ്രസംഗമുണ്ട്. സ്വാഗത പ്രസംഗം, അതിനു മുമ്പേ ആശംസാ പ്രസംഗം, എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടാണ് ഇവർ എന്നോട് അങ്ങനെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഗദ്ദാർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. RSSകാരനെ കണ്ടാൽ ഇത് വിളിച്ചു പറയണമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം. ഞാൻ പറഞ്ഞുകൂടാ. ഗദ്ദാർ എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹി എന്നാണ് അർത്ഥം. ചതിയൻ, വഞ്ചകൻ, രാജ്യദ്രോഹി, ഇതിനൊക്കെ ഉപയോഗിക്കുന്ന പേര് ഗദ്ദാർ എന്നാണ്. അങ്ങനെയാണോ? അല്ല, RSSകാരെ കണ്ടാൽ അങ്ങനെ പറയണമെന്ന് അങ്ങേര് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു. ശരി, ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് വിട്ടു. പ്രസംഗം ഞാൻ കേട്ടു. അപ്പോൾ അതിൽ രാഹുൽ ഗാന്ധി പറയുന്നത്, നമ്മുടെ നാട്ടിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ കൊടുങ്കാറ്റടിക്കാൻ പോവുകയാണ്. ആർത്തിക് തൂഫാൻ, കൊടുങ്കാറ്റ് വരാൻ പോവുകയാണ്. ഇത് വല്ലതും ഈ നരേന്ദ്രമോദി അറിയുന്നുണ്ടോ? അയാൾ നിങ്ങളുടെ ഗ്യാസ് നിർത്തി. ഗ്യാസ് നിർത്തിയെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അപ്പം നിർത്തിയെന്ന് അങ്ങേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എൻ്റെ വീട്ടിൽ ഇന്ന് വരെ ഗ്യാസ് മുടങ്ങിയിട്ടില്ല. കുക്കിംഗ് ഗ്യാസ് മുടങ്ങിയിട്ടില്ല. ഇൻഡസ്ട്രിയൽ ഗ്യാസ്, ഹോട്ടലുകാർക്കുള്ള ഗ്യാസൊക്കെ ഇടയ്ക്കൊന്നും മുടങ്ങിയിരുന്നു. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഞാൻ താമസിക്കുന്ന ഏരിയയിലൊക്കെ ഏകദേശം എല്ലാ ഹോട്ടലുകളും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിനിടയ്ക്ക് 1-2 സ്ഥലത്ത് കേരളത്തിൽ തന്നെ അവിടെ ഇവിടെയൊക്കെ യാത്ര ചെയ്തു. തൃശ്ശൂർ, അവിടെ ഇവിടെയൊക്കെ പോയിട്ട് അവിടെ ഒന്നും ഈ പറയുന്ന മാതിരിയുള്ള പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. പക്ഷേ രാഹുൽ ഗാന്ധി പറയുന്നത്, നരേന്ദ്രമോദി നമ്മുടെ ഗ്യാസ് ബന്ധാക്കി, പെട്രോൾ ബന്ധാക്കി, ഡീസൽ ബന്ധാക്കി. ആക്കി എന്ന് പറഞ്ഞാൽ ആക്കി, പിന്നെ അതിന് വേറെ അപ്പീലൊന്നുമില്ല. അപ്പം ഭാഗ്യത്തിന് സദസ്സിൽ നിന്ന് ആരും എണീറ്റ് ചോദ്യം ചോദിക്കുന്നില്ല. ചോദ്യം ചോദിച്ചാൽ രാഹുൽ ഗാന്ധിയും പിണറായി വിജയൻ പറഞ്ഞ പോലെ വീട്ടിൽ പോയി ചോദിക്കണം എന്നെങ്ങാനും പറഞ്ഞെങ്കിലും ഒന്ന് പേടിച്ചായിരിക്കും. അല്ലെങ്കിൽ അവരെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത് മിണ്ടാതിരിക്കണം എന്നുള്ള കണ്ടീഷനായിരിക്കും. എന്തോ ആയിക്കോട്ടെ, ആരും ഒന്നും പറയുന്നൊന്നുമില്ല. ആശാനിങ്ങനെ കത്തിക്കേറി. എന്നിട്ട് പുള്ളി പറഞ്ഞു, നമ്മളോട് സ്വർണം വാങ്ങരുത്, വിദേശയാത്ര നടത്തരുത് എന്ന് മോദി ആവശ്യപ്പെട്ടു. ഇതെപ്പോൾ ആവശ്യപ്പെട്ടു? എനിക്കറിയില്ല. സ്വർണം വാങ്ങിക്കുന്നതൊക്കെ ഒന്ന് കുറയ്ക്കണേ, വിദേശയാത്രകൾ ആവശ്യത്തിന് മാത്രം മതി, ഇതാണ് മോദി പറഞ്ഞത്. അത്യാവശ്യക്കാർ പോകാൻ ഇപ്പോഴും തടസ്സമൊന്നുമില്ല, ഫ്ലൈറ്റുകളൊക്കെ ഉണ്ട്. അങ്ങനെ കാര്യങ്ങൾ തട്ടുകേടില്ലാതെ നടന്നു പോകുന്നുണ്ട്. പക്ഷേ ഇങ്ങേര് പറയുന്നത്, മോദി പറഞ്ഞു സ്വർണം വാങ്ങരുത്, വിദേശയാത്ര നടത്തരുത് എന്ന് പറഞ്ഞിട്ട് മോദി സ്ഥലം വിട്ടു. മോദി വിദേശയാത്രയ്ക്ക് പോയി. അപ്പം നമ്മളാരും വിദേശത്ത് പോകരുത്, മോദിക്ക് പോകാം. ഇതെന്ത് പരിപാടിയാണെന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. ന്യായമല്ലേ? നമ്മളാരും വിദേശത്ത് പോകരുതെങ്കിൽ മോദിയും പോകരുത്. നമുക്ക് ഗ്യാസില്ല, മോദിക്കും ഗ്യാസില്ല. ഇങ്ങനെയല്ലേ വേണ്ടത്?
പ്രധാനമന്ത്രിയും സാധാരണക്കാരും ഒരേപോലെ ജീവിക്കുന്ന ഒരു കിണാശ്ശേരി ആയിരിക്കണമല്ലോ നമ്മുടെ രാജ്യം. അതിൽ ഇളവ് കിട്ടണമെങ്കിൽ അത് രാഹുൽ ഗാന്ധിക്ക്, പ്രിയങ്ക ഗാന്ധിക്ക്, സോണിയാഗാന്ധിക്ക് കിട്ടണം. അവർ എൻറ്റൈറ്റിൽഡാണ് എന്ന് വെച്ചാൽ അവർ രാജ്യം ഭരിക്കാൻ, ആ രീതിയിൽ ജീവിക്കാനുള്ള അവകാശം ജന്മസിദ്ധമായിട്ട് കിട്ടിയ, പരമ്പരാഗതമായിട്ട് കിട്ടിയ ആൾക്കാരാണ്. അപ്പോൾ ആ 3 പേരൊഴിച്ച് ബാക്കി എല്ലാവരും ദരിദ്രവാസികളായിരിക്കണം എന്നവർക്ക് നിർബന്ധമുണ്ട്. ഇത് കൂടാതെ മോദി ചെയ്ത വേറൊരു കാര്യം കൂടെ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. അപ്പോഴാണ് എൻ്റെ സപ്തനാടിയും തളർന്നു പോയത്. നമ്മളുടെ എല്ലാം കാശ് മോദി അടിച്ചു മാറ്റി. രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നു, നമ്മുടെ എല്ലാം കാശ്, ഈ ഇരിക്കുന്ന നിങ്ങളുടെയൊക്കെ കാശ് വീട്ടിൽ നിന്നും ബാങ്കിൽ നിന്നും എല്ലാം മോദി അടിച്ചു മാറ്റി. അടിച്ചു മാറ്റിയിട്ട് അദാനിക്കും അംബാനിക്കും കൊടുത്തു. ഞാൻ വഴിയിൽ നിന്ന് വീഡിയോ കൊണ്ടുവിട്ടിരുന്നത് വേഗം വീട്ടിൽ വന്നു. ഞാൻ വെച്ചെടുത്ത് ഒരു 100 രൂപ കാണുന്നില്ല. ഞാൻ ഭാര്യയോട് ചോദിച്ചുകൂടി, ഇവിടെ ഒരു 100 രൂപ നോട്ട് ചെയ്യാൻ വെച്ചിരുന്ന് കാണുന്നില്ലല്ലോ, നീ എങ്ങനെ എടുത്തതാണോ? ഞാനെങ്ങും എടുത്തില്ല. പിന്നെ ഇതാരെടുത്തു? കുറച്ച് മുമ്പേ നരേന്ദ്രമോദി വന്നിട്ട് പോകുന്നതുകൊണ്ട് ഞാനെങ്ങനെ എടുത്തുകൊണ്ട് പോയെന്നറിയാൻ പറ്റില്ല. ഞാൻ പറയും, നരേന്ദ്രമോദി ഈ വീട്ടിൽ വരുമോ? എന്നിട്ട് കാശ് എടുത്തുകൊണ്ട് പോകും, നീ എന്തെടുക്കുകയായിരുന്നു? ഞാനെന്ത് ചെയ്യാനാ? നിങ്ങളുടെ വലിയ ദൈവമല്ലേ നരേന്ദ്രമോദി. പുള്ളി കയറി വന്നു, പുള്ളി നിങ്ങളുടെ മേശപ്പുറത്ത് എന്തോ തപ്പുന്നത് കണ്ടു, ഇറങ്ങി പോകുന്നതും കണ്ടു. എനിക്കാണെങ്കിൽ ഹിന്ദി അറിയാമല്ലോ, ഞാൻ പുള്ളിക്കാരനോടൊന്നും ചോദിക്കാൻ പോയില്ല, പുള്ളി പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് സത്യം. മോദി കാശടിച്ച് മാറ്റുന്നു. മുഴുവൻ കാശ് എല്ലാ വീട്ടിൽ നിന്നും അടിച്ച് തീർന്നിട്ടില്ല. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ കാശുണ്ടെങ്കിൽ ഭദ്രമായിട്ട് അതിന് കാവൽ നിർത്തുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. നിങ്ങളെന്ത് ചെയ്തു കഴിഞ്ഞാലും മോദി അടിച്ച് മാറ്റും കേട്ടോ. ആൾ മഹാമിടുക്കനാണ് മോദി. കൂടാതെ അമിത്ഷായി, ഈ 2 പേരും കൂടെ കൊല്ലുന്ന രാജാവിനും തിന്നുന്ന മന്ത്രി എന്ന് പറഞ്ഞ പോലെ സകലവരുടെയും കാശടിച്ച് മാറ്റിയിട്ട് നേരെ അദാനിക്കും അംബാനിക്കും കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഇവർ തിന്നുകയാണ്. മോദി എൻ്റെ കാശടിച്ചുകൊണ്ട് പോയിട്ട് ബിരിയാണി മേടിച്ച് തിന്നാൽ എനിക്ക് സങ്കടമില്ല, പോട്ടെ എന്ന് വെച്ചേനെ. ഇത് അതും ചെയ്യുന്നില്ല, അത് കൊണ്ടുപോയിട്ട് അദാനിക്ക് കൊടുക്കും. എന്നാൽ അദാനിയെ ചെന്ന് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി പറഞ്ഞു, അദാനിയൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അവരൊക്കെ വലിയ വലിയ ബംഗ്ലാവിലാണ് താമസം. ഈ അടിക്കാൻ പോകുന്ന സാമ്പത്തിക കൊടുങ്കാറ്റ് അവരെ ബാധിക്കില്ല, കാരണം അവർ വലിയ ബംഗ്ലാവിലാണ്. നമ്മളൊക്കെ ചേറ്റക്കുടിൽ കഴിയുന്ന ആൾക്കാരാണ്. ഈ കുടിലൊക്കെ പറന്നു പോകും. സാമ്പത്തിക കൊടുങ്കാറ്റിൽ സകല കുടിലുകളും പറന്നു പോവുകയും അദാനി അംബാനി മാത്രം അവശേഷിക്കുകയും ചെയ്യും. എന്നിട്ട് രാഹുൽ ഗാന്ധി ചോദിക്കുന്നു, ഭരണഘടന ഇരിപ്പുണ്ടോടാ ഇവിടെ? ആളുകൾ 4 പാട് ഓടുന്നു, ഭരണഘടന എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ ചുമന്ന പുസ്തകം, സാർ ഇത് വണ്ടിക്കകത്ത് കിടന്നു പോയതാണ്, കൊണ്ടുപോകാം. പുള്ളി ഈ പുസ്തകം കാണിച്ചിട്ട് ആളുകളെ ബോധവൽക്കരിക്കുന്നു. ഈ ഭരണഘടനയാണ് നമുക്ക് ഗ്യാസ് തരുന്നത്, ഈ ഭരണഘടനയാണ് നമുക്ക് പെട്രോള്, മറ്റേ വളം ഉണ്ടല്ലോ, ഫെർട്ടിലൈസർ, ഡീസൽ, ഇതൊക്കെ തരുന്നത് ഈ പുസ്തകമാണ് എന്ന് പറഞ്ഞിട്ട് ഭരണഘടന ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നു. എൻ്റെ അടുത്ത് ആ ചുമന്ന ഭരണഘടന ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഉയർത്തി കാണിക്കാത്തത്, അല്ലെങ്കിൽ ഞാൻ കാണിച്ചേന്. അങ്ങനത്തെ ചുമന്ന ഭരണഘടന എവിടെ കിട്ടുമെന്നും എനിക്കറിയാമല്ല. എൻ്റെ കയ്യിലുള്ളത് ഞാൻ പറഞ്ഞില്ലേ, ഭരണഘടന MV പൈലിയുടെ കമൻട്രീസ് ഇതൊക്കെയുള്ള വലിയ 3-4 എണ്ണമുണ്ട്. ഭരണഘടന മാത്രമായിട്ടുള്ളതുകൊണ്ട് എല്ലാത്തിനും 100-300 രൂപ വിലയാണ്. ഇത് പൊക്കി പിടിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര സംഗതിയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഭരണഘടന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളാണ്, ദിവസം 2 നേരമെങ്കിലും, നിങ്ങൾക്കറിയാമല്ലോ. അതൊക്കെ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ ഭരണഘടനയിൽ നിന്ന് ഗ്യാസും പെട്രോളും ഒക്കെ കിട്ടും എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ കയ്യിലുള്ള ഭരണഘടന സൂത്രത്തിനെടുത്ത് ഒന്ന് മണപ്പിച്ച് നോക്കിയപ്പോൾ നല്ല LPGയുടെ മണം. നിങ്ങളുടെ കയ്യിൽ ഭരണഘടന ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ലെങ്കിൽ ഉടനെ നാളെ തന്നെ ഒരെണ്ണം മേടിച്ച് മണത്ത് നോക്കുക. ഒരു വശത്ത് മണത്ത് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ മണം വരും, വേറൊരു വശത്ത് പെട്രോളിൻ്റെ മണം വരും, ഒരു വശത്ത് ഈ രാസവളങ്ങളുടെ സ്മെല്ല് വരും. NPK ഒക്കെ ഉണ്ടല്ലോ, നൈട്രജൻ, പൊട്ടാഷ്, ഇതുപോലത്തെ സാധനങ്ങളുടെ മണം. രാസവളത്തിനൊരു മണമുണ്ട്.
വളം മേടിച്ച് കൃഷി ചെയ്ത് ശീലമുള്ളവർക്കറിയാം, ആ വളച്ചാക്ക് തുറക്കുമ്പോൾ ഒരു പ്രത്യേക മണമടിക്കും. വളം പല രീതിയിലുള്ളതായിരിക്കും, പക്ഷേ മണം ഏകദേശം ഒരുപോലെ ആയിരിക്കാറുള്ളത്. ഞാനിത് കൈകാര്യം ചെയ്തിട്ടുള്ളതുകൊണ്ട് നിങ്ങളോട് പറയുക. അപ്പോൾ അങ്ങനെ ഇതിൻ്റെയൊക്കെ മണം വരുന്നുണ്ട് ഭരണഘടനയിൽ നിന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ വീട്ടിലുള്ള ഭരണഘടനയിൽ നിന്ന് എങ്ങനെയോ ആകാശത്ത് കൂടി സഞ്ചരിച്ചിട്ടാണ് എൻ്റെ ഗ്യാസ് സിലിണ്ടറിനുള്ളിലേക്ക് ഈ ഗ്യാസ് കടക്കുന്നത്. പിന്നെയും തികയാതെ വരുമ്പോഴാണ് ഇത് റീഫില്ല് ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരുമാതിരി കുറഞ്ഞ പരിപാടിക്ക് നമ്മളൊക്കെ പോകുന്നത്. അതിന് 1000 രൂപ, 1400 രൂപ, 10000 രൂപ ഇതൊക്കെയാണ് മോദി മേടിക്കുന്നത് സിലിണ്ടറിന്. പക്ഷേ നമ്മളെ രക്ഷിച്ച് നിർത്തുന്നത് ആരാ? ഭരണഘടനയാണ്. ഭരണഘടനയാണ് നമുക്ക് പെട്രോൾ ഡീസലൊക്കെ തരുന്നത്. നിങ്ങൾ നോക്കിക്കോ, ഈ പെട്രോൾ പമ്പിൽ പോയിട്ട് ചുമ്മാ കാറ് കൊണ്ടുപോയി നിർത്തിയിട്ട് 2000 രൂപയ്ക്ക് പെട്രോൾ അല്ലെങ്കിൽ 500 രൂപയ്ക്ക് ഡീസൽ എന്നൊക്കെ പറഞ്ഞ് അടിച്ചിട്ട് നിങ്ങൾ പോവുകയല്ലേ പതിവ്? നിങ്ങൾ അവരുടെ ആഫീസിൽ ആ ചില്ലൊക്കെ ഇട്ട് വെച്ച് അവിടെ കയറി നോക്കാറുണ്ടോ? കയറി നോക്കിക്കോ, അവിടെ ഭരണഘടന അട്ടിയിട്ട് വെച്ചിരിക്കുക. അട്ടിയിട്ട് അതിൽ നിന്നാണ് അവർ ഈ പെട്രോൾ ഊറ്റി നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ദണ്ണം അറിഞ്ഞുകൂടാ, ഭരണഘടനയുടെ വിലയും അറിഞ്ഞുകൂടാ. അപ്പോൾ രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കിത് ബോധ്യപ്പെട്ടു. നിങ്ങളും ഭരണഘടന മണത്ത് നോക്കിക്കോ, പെട്രോളിൻ്റെയും ഗ്യാസിൻ്റെയും മണം വരും. അപ്പോൾ ഇത് രാഹുൽ ഗാന്ധി പറഞ്ഞു, ഇത് മോദി നശിപ്പിച്ചു കളഞ്ഞു ഭരണഘടന. ആ വലിയ ചുറ്റികയും കൂടമൊക്കെ എടുത്തു വെച്ചിട്ട് ചാതച്ച് കീറി നാശമാക്കി നശിപ്പിച്ചു. ഇതാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഈ ഒരു കാര്യം കൊണ്ടാണ് നമുക്ക് ഈ ഗ്യാസ് ക്ഷാമവും പെട്രോൾ ക്ഷാമവും ഒക്കെ വരുന്നത്. രാഹുൽ ഗാന്ധി പറയുന്നു, അവിടെ ഒരു യുദ്ധം നടക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ സമ്മതിച്ചു. അവിടെ ഒരു ഹോർമോസ് കടലെടുക്കൊണ്ട് അവിടെ പ്രശ്നമുണ്ട്, അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ ഈ ഷോർട്ടേജിൻ്റെ കാരണം ഭരണഘടന നശിപ്പിച്ചതാണ്. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം. ഭരണഘടനയാണ് നമ്മളുടെ ജീവശ്വാസം. അപ്പോൾ ആൾക്കാർ കൈയടിക്കണമല്ലോ, ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് കൈയടിക്കാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് ആളുകൾ കൈയടിച്ചു. അല്ലേ രാഹുൽ ഗാന്ധി കയറി ചൂടായി, നിങ്ങൾ കൈയടിക്കുക. എടോ, ഈ ഭരണഘടന കീറിപ്പറിച്ചെറിയുമ്പോൾ, കാറ്റത്ത് പറപ്പിക്കുമ്പോൾ നിങ്ങളെന്താ ചെയ്യുന്നത്? നിങ്ങൾ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നു. മോദി ഈ ഗുരുനാനാക്കിൻ്റെയും നാരായണ ഗുരുവിൻ്റെയും വാക്കുകൾ മുഴങ്ങുന്ന, അവരുടെ ശബ്ദം മുഴങ്ങുന്ന ഈ ഭരണഘടനയാണ് മോദി നശിപ്പിച്ചത്. അപ്പോൾ വീണ്ടും എനിക്ക് സംശയമായി, നാരായണ ഗുരുവിൻ്റെ ശബ്ദം ഭരണഘടനയിൽ മുഴങ്ങുന്നുണ്ടോ നോക്കണമല്ലോ. ഭരണഘടന എടുത്ത് ഞാൻ ചെവിയുടെ അടുത്ത് ഇങ്ങനെ പിടിച്ച് ശ്രദ്ധിച്ച്, കണ്ണടച്ച് ശ്രദ്ധിച്ച് കേട്ടു. സത്യമാണ് കേട്ടു. നാരായണ ഗുരുവിൻ്റെ ശിവശങ്കര സർവശരണ്യ വിഭോ ഭവസങ്കടനാശന പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമെൻ നവനാടകമാടു മരുമ്പൊരുളേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ശ്ലോകമാണ് ഞാൻ കേട്ടത്. അത് ഓരോ സമയത്ത് ഓരോന്ന് കേൾക്കും. ചിലപ്പോൾ മണ്ണന്തല ദേവീസ്തവമായിരിക്കും കേൾക്കുന്നത്, ചിലപ്പോൾ ഷൺമുഖസ്തവം കേൾക്കും. ഇങ്ങനെ പല രീതിയിൽ കേൾക്കുമായിരിക്കും. ഏതായാലും ഞാനെടുത്ത് പിടിച്ചപ്പോൾ ഇങ്ങനെ ഈ ശിവസ്തുതിയാണ് കേട്ടത്. പിന്നെ എനിക്ക് തോന്നി, ഇത് നാരായണ ഗുരുവിൻ്റെ ശബ്ദമാണെന്ന് എങ്ങനെ അറിയാം? എനിക്കൊരു സംശയം. ഞാനിങ്ങനെ ഓർത്ത് നോക്കിയപ്പോഴാണ് വാസ്തവത്തിൽ ജയചന്ദ്രൻ്റെ ശബ്ദമാണ് ഞാൻ കേട്ടത്. നാരായണ ഗുരുവിൻ്റെ ശബ്ദം എനിക്കറിയില്ലല്ലോ, ആരും കേട്ടിട്ടില്ല. നാരായണ ഗുരുവിൻ്റെ ശബ്ദം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇത് കേൾക്കുന്ന ശബ്ദം പിന്നെ ആരുടെയാണ്? അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, പണ്ട് നാരായണ ഗുരു എന്ന സിനിമയിൽ ജയചന്ദ്രൻ ഈ ശ്ലോകം ചൊല്ലുന്നുണ്ട്. അരുവിപ്പുറത്ത് ഗുരു പ്രതിഷ്ഠ കഴിഞ്ഞ് വെള്ളത്തിൽ നിന്നിങ്ങനെ പൊങ്ങുന്നു, ഈ പ്രതിഷ്ഠിക്കാനുള്ള കല്ലുമായിട്ട് പൊങ്ങുന്നു. അങ്ങനെ വെള്ളത്തിൽ മുങ്ങി നാരായണ ഗുരു പൊങ്ങുന്ന നിമിഷത്തിലാണ് ജയചന്ദ്രൻ്റെ മനോഹരമായ ഈ ശ്ലോകം ചൊല്ലൽ, ശിവശങ്കര സർവശരണ്യ വിഭോ. അതിന് ജയചന്ദ്രന് ദേശീയ അവാർഡൊക്കെ കിട്ടി.
അപ്പോൾ ആ ഓർമ്മയിലാണ് ഞാനിങ്ങനെ ഈ ഭരണഘടന ചെവിക്കിടയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്കൊരു വല്ലാത്ത അനുഭൂതിയും നിർവൃതിയൊക്കെ അനുഭവപ്പെടും. അപ്പോൾ ഈ പെട്രോളും ഗ്യാസിൻ്റെയും മണമൊക്കെ പോയിട്ട് ജയചന്ദ്രൻ്റെ ശബ്ദത്തിൽ അഥവാ നാരായണഗുരുവിൻ്റെ ശബ്ദത്തിൽ നമുക്കിത് കേൾക്കാൻ പറ്റും. നിങ്ങൾ കേട്ട് നോക്ക്. പഞ്ചാബികൾ ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ ഗുരുനാനക്കിൻ്റെ ശബ്ദത്തിൽ അവരുടെ ഗുരുഗ്രന്ഥ സാഹിബ് വായിക്കുന്നത് കേൾക്കാം. മലയാളികൾ വെച്ചാൽ നാരായണ ഗുരു കേൾക്കും. ഈ രണ്ട് പേരുടെ പേരാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. ഇനി ബാക്കി ആരുടെയെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇനി തിരുക്കുറൾ തമിഴന്മാർക്ക് കേൾക്കാൻ പറ്റുമോ? മധ്യപ്രദേശുകാർക്കോ ഉത്തർപ്രദേശുകാർക്കോ രാമചരിതമാനസ് തുളസിദാസിൻ്റെ കേൾക്കാൻ പറ്റുമോ? അറിയില്ല. ഇതൊക്കെ പറ്റുമായിരിക്കാം. ഇത്ര വലിയ ഒരു ഗ്രന്ഥം തല്ലിപ്പൊട്ടിച്ച് വലിച്ചു കീറി കളഞ്ഞവനാണ് നരേന്ദ്രമോദി എന്ന മഹാപാപി. നിനക്കൊരു കാലത്തും ഗുണം പിടിക്കില്ല. ഇതൊക്കെ എൻ്റെ വാക്കാണ് കേട്ടോ, രാഹുൽ ഗാന്ധി ചേർത്തതല്ല. ഞാൻ ഒരു ഓളം വരണമല്ലോ. അപ്പോൾ രാഹുൽ ഗാന്ധി എന്നിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ കയ്യൊക്കെ അടിച്ചിരുന്നോ? നിങ്ങളുടെ മുമ്പിലാണ് RSSകാർ ദിവസവും ഭരണഘടന കീറി എറിയുന്നത്. ഭാട് കെ ഫേങ്തേ ഹേ, വലിച്ച് കീറി എറിയുന്നു. ഇപ്പം ഞാനും ഒന്ന് മുറ്റത്തൊക്കെ പാളി നോക്കി, RSSകാരെങ്കിലും വന്ന് ഭരണഘടന കീറി ഇട്ടിട്ടുണ്ടോ? ഇല്ല. വൈകുന്നേരം ഞാൻ 2 RSSകാരെ അങ്ങോട്ട് ചെന്ന് കണ്ടു. ഞാൻ ചോദിച്ചു, എടാ നിങ്ങൾ ഈ ഭരണഘടന കീറുന്നുണ്ടോ? ചേട്ടാ കീറണമെന്നുണ്ട്, പക്ഷെ ഭരണഘടന കിട്ടാനില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ ഞങ്ങൾ ആ പ്രസംഗമൊക്കെ കേട്ടു. അപ്പോൾ പുള്ളി പറഞ്ഞതനുസരിച്ച് ഭരണഘടന കീറി എറിയണം, പക്ഷെ അത് ചുവന്ന ഭരണഘടന തന്നെ വേണമെന്നാണ്. അല്ലാതെയുള്ള ഭരണഘടനയൊക്കെ എറണാകുളത്ത് കിട്ടാനുണ്ട്, ചുവന്നത് കിട്ടുന്നില്ല. അത് കിട്ടിയിട്ട് വേണം കീറാൻ. ചേട്ടൻ്റെ വീട്ടുമുറ്റത്ത് ഞങ്ങൾ വന്ന് കീറും. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, VD സതീശനോട് പറഞ്ഞിട്ട് KPCC ആഫീസുകൾ വഴി ഈ ചുവന്ന ഭരണഘടന RSSകാർക്ക് വിതരണം ചെയ്യാൻ പറയാം, എന്നിട്ട് നമുക്ക് കീറാം. അങ്ങനെ ഫ്രീ ആയിട്ട് അവർ ഭരണഘടന തരുമോ? തരണമല്ലോ. കാരണം രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞിരിക്കുന്നത് RSSകാർ ഭരണഘടന കീറാനുള്ള ഭരണഘടനയെ അങ്ങേര് തരണ്ടേ. ഈ തൂക്കിക്കൊല്ലാൻ നമ്മൾ പോകുമ്പോൾ കയറും കൂടെ നമ്മൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ പറ്റുകയില്ല. കയറ് ജയിലിൽ നിന്ന് തരണ്ടേ. അപ്പോൾ അതുപോലെ ഈ ഭരണഘടന കൈ കിട്ടിയാലല്ലേ നമുക്ക് കീറാൻ പറ്റുള്ളൂ. പോക്കറ്റിൽ നിന്ന് കാശ് മുടക്കി ഭരണഘടന വാങ്ങിച്ചിട്ട് തലയ്ക്ക് വട്ടാണ്. ഇപ്പം രാഹുൽ ഗാന്ധിയുടെ വാക്ക് പാലിക്കാനായിട്ട് ഭരണഘടന കീറണം. ആ കീറൽ ഉടനെ തുടങ്ങും. നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങൾ നാളെ നേരം വിളിക്കുമ്പോൾ ഇതിനൊന്നും ഒരു ഗ്യാരണ്ടിയില്ല. ഉള്ള കാര്യം ഞാൻ പറയാം. എപ്പോഴാണ് RSSകാർ വരുന്നത് നിങ്ങളുടെ മുമ്പിൽ ഭരണഘടന കീറി എറിയുന്നത് എന്ന് എനിക്ക് നിശ്ചയമില്ല. അങ്ങനെ കീറി എറിയുമ്പോൾ ആ RSSകാരുടെ മുഖത്ത് നോക്കിയിട്ട് മോദി ഗദ്ദാർ ഹേ, അമിത് ഷാ ഗദ്ദാർ ഹേ എന്ന് പറയുക. ഇങ്ങനെ പറയുന്നതും നിങ്ങൾക്ക് നിന്ന നിപ്പിൽ മോക്ഷം കിട്ടും, ഉടലോടെ സ്വർഗത്തിൽ പോകും. അതുകൊണ്ട് കുഞ്ഞുകുട്ടി പരാധീനമടക്കം കെട്ടിപ്പിടിച്ച് നിന്ന് വേണം ഈ 2 മന്ത്രങ്ങൾ ഉച്ചരിക്കാൻ. മോദി ഗദ്ദാർ ഹേ, അമിത് ഷാ ഗദ്ദാർ ഹേ എന്ന് പറയുന്ന നിമിഷം നിങ്ങൾ അപ്രത്യക്ഷരാകും. നേരെ സ്വർഗത്തിലേക്കാണ്, നേരെ സ്വർഗത്തിലേക്ക്. മുസ്ലിങ്ങളാകുമ്പോൾ മറ്റെന്താ 72 പേരൊക്കെ ഇട്ട് അങ്ങോട്ടായിരിക്കും. ഇതൊക്കെ ഓരോ അതിൻ്റെ വകുപ്പും ചട്ടമൊക്കെ അനുസരിച്ച് രാഹുൽ ഗാന്ധി ചെയ്യുള്ളൂ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. അതൊക്കെ പുള്ളിക്കറിയാം. മതേതരത്വം മൊത്തം പുള്ളിയുടെ ബ്ലഡിൽ മതേതരത്വമാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയുടെ സ്വർഗം, ഹിന്ദുവിൻ്റെ സ്വർഗം, മുസ്ലിമിൻ്റെ സ്വർഗം. ഇനി ഏതെങ്കിലും കാരണവശാൽ ഹിന്ദുക്കൾക്ക് മുസ്ലിം സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ അതും പുള്ളി സാധിച്ചു തരും. പുള്ളിയെ വേണ്ട രീതിയിൽ കാണണമെന്നേ ഉള്ളൂ. അങ്ങനെ ചുളുവിനൊന്നും പറ്റില്ല. പുള്ളിയെ ചെന്ന് കണ്ട് വേണ്ട രീതിയിലൊക്കെ പുള്ളിയെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ പുള്ളിയെ അപ്പുറത്തേക്ക് കടത്തിവിടും. അല്ലെങ്കിൽ നമ്മുടെ സാധാരണ സ്വർഗ്ഗം, ഹിന്ദുവിൻ്റെ ഒരു സാധാരണ സ്വർഗ്ഗമുണ്ടല്ലോ, അവിടെ ഈ പറഞ്ഞ മാതിരിയുള്ള ആ ആളെ ഒന്നും കിട്ടപ്പോരൊന്നുമില്ല, മദ്യപ്പുഴയില്ല, മണ്ണാങ്കട്ടയില്ല. അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ? വല്ല ഏത്തപ്പഴവും തിന്നാം എന്നുള്ളതല്ലാതെ പ്രയോജനമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പായത് അത് ആ പ്രസംഗം നിങ്ങളിൽ എത്തിക്കണം. വാസ്തവം പറഞ്ഞുണ്ടല്ലോ, ഈ കോപ്പി റൈറ്റ് പേടിച്ചിട്ടാണ്. അല്ലെങ്കിൽ ആ പ്രസംഗം കുറേശ്ശെ ഞാൻ നിങ്ങളെ കാണിച്ചേനെ. കോപ്പി റൈറ്റ് ചിലപ്പോൾ അടി കിട്ടിയെന്നും വരും, കിട്ടിയില്ലെന്നും വരും. എന്തിനാ ആ റിസ്കിന് പോകുന്നത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാണ്. ഏതായാലും നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കേണ്ട, ഭക്ത്യാദരപൂർവം കേട്ട് ആചരിക്കേണ്ട
ഒരു പ്രസംഗമാണ് റായ്ബറയിൽ അദ്ദേഹം നടത്തിയത്. രാഹുൽ ഗാന്ധി ലേറ്റസ്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞ് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്കത് കിട്ടും. 2027 യു പി തെരഞ്ഞെടുപ്പ്. യു പി തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം ഊതുകയോ ശംഖൂതുകയോ അതോ കുഴലൂതുകയോ ഒക്കെയാണ് രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എവിടെ ചെന്നെത്തും എന്നുള്ളത് ദൈവത്തിനറിയാം. താങ്ക് യു.